നമുക്കറിയാം ഈ കോവിഡ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വലിയ ഇപ്പോൾ രാജേന്ദ്രൻ പന്തളമുണ്ട്. ശ്രീ രാജേന്ദ്രൻ പന്തളം, നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രീ ബജറ്റ് ചർച്ചയിൽ നമ്മൾ പങ്കെടുക്കുന്ന ഘട്ടത്തിൽ നമ്മൾ വലിയ രീതിയിലുള്ള പ്രതീക്ഷ നമ്മൾ പങ്കുവച്ചിരുന്നു. കേരളത്തിനൊക്കെ ഒരു വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമായിരിക്കും എന്നുള്ള നിലയ്ക്കുള്ള പ്രതീക്ഷകളാണ് നമ്മൾ പങ്കുവച്ചത്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്ന ഒരു ബജറ്റ് അവതരണമായിരുന്നു. അല്ല, ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. ഇതൊരു ഭയങ്കര ഒരു കോൺഫിഡന്റ് ബജറ്റ്. അടുത്ത തവണ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ജൂലൈയിലും തന്നെ അധികാരത്തിൽ വരും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ മതി എന്നുള്ള ഒരു ലാഘവത്തോടു കൂടിയാണ് ബജറ്റ് കണ്ടിരിക്കുന്നത്. എങ്കിലും കേരളത്തിന് പ്രയോജനപ്പെടാവുന്ന ഒരു കാര്യം, ഈ വന്ദേ ഭാരത് മോഡലിലുള്ള ബോഗികൾ വരും. തീർച്ചയായിട്ടും ഈ നമ്മുടെ ദൂരയാത്രയ്ക്ക്, അന്യസംസ്ഥാന യാത്രയ്ക്കൊക്കെ ട്രെയിനിനെ ആശ്രയിക്കുന്ന നമുക്ക് നല്ല നിലവാരത്തിലൊന്ന് സഞ്ചരിക്കാനുള്ള ഒരു അവസരം തീർച്ചയായിട്ടും 40,000 ബോഗികളല്ലേ വരുന്നത്. തീർച്ചയായിട്ടും അത് കേരളീയർക്ക് പ്രയോജനപ്പെടും. പ്രവാസികളായിട്ടുള്ള കാര്യമുള്ളവർക്കും പ്രയോജനപ്പെടുന്ന കാര്യമാണ്. പിന്നെ മത്സ്യബന്ധന മേഖലയിൽ 55 ലക്ഷം തൊഴിലവസരങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും നീണ്ട തീരമുള്ള കേരളത്തിന് അത് പരോക്ഷമായിട്ട് പ്രയോജനപ്പെടുന്നതാണ്. പിന്നെ യുവാക്കൾക്ക് കുറഞ്ഞ പലിശയിൽ ലോൺ, പല യുവാക്കളും ലോൺ എടുത്ത് സംരംഭങ്ങൾ തുടങ്ങാത്തതിന് കാരണം തന്നെ ഈ ബാങ്കിന്റെ കൊള്ള പലിശയാണ്. അത് കുറയ്ക്കുന്നത് നല്ല കാര്യം. പിന്നെ ഒരു നല്ല കാര്യമില്ലേ, 7 ലക്ഷം രൂപ വരെയുള്ള വാർഷിക വരുമാനത്തെ ടാക്സ് അംബ്രല്ലയുടെ കീഴിൽ നിന്ന് ഒഴിവാക്കി. വലിയൊരു ആശ്വാസമല്ലേ അവർക്ക് കിട്ടുന്നത്. അത് പണ്ടേ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ്. അപ്പൊ മധ്യവർഗക്കാർക്ക് വളരെയധികം സഹായം ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ അതിൽ മാറ്റമൊന്നുമില്ല. കഴിഞ്ഞ തവണ അത് അങ്ങനെ തന്നെ അല്ലായിരുന്നോ? 7 ലക്ഷം രൂപ വരെ ഉണ്ടായിരുന്നോ? 7.5 എന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ 7 തന്നെയാണ് നിൽക്കുന്നത്. 7 നിൽക്കുന്നുണ്ട്. 7 തന്നെ. അതെ, അതിൽ മാറ്റം ഉണ്ടാക്കിയിട്ടില്ല. അതായത് 7.5-ലേക്കെങ്കിലും എത്തിക്കുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ നമ്മൾ പങ്കുവച്ചിരുന്നു. പക്ഷേ അതിലേക്ക് എത്തിയില്ല. ശരി, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ വേറെ പരോക്ഷമായിട്ട് നമ്മളെ രക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ടൂറിസം വികസനത്തിന് വേണ്ടിയിട്ട് വൻ പരിപാടി ഇത് ആവിഷ്കരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ടൂറിസത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് കേരളത്തിന്റെ ഇക്കോണമി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും. ആ ടൂറിസത്തിനോടൊപ്പം തന്നെ നമ്മുടെ ടൂറിസം വികസിപ്പിക്കുന്നതിനൊപ്പം തീർച്ചയായിട്ടും പ്രധാനമന്ത്രി സന്ദർശിച്ചുകൊണ്ട് ലക്ഷദ്വീപിന്റെ ഒരു വികസനം ഉണ്ടാകും. ടൂറിസം മേഖലയിലേക്ക് ലക്ഷദ്വീപിനെ ഉയർത്തും. അത് ശരിക്കും മാലദ്വീപിന് ബദലായിട്ടുള്ള ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് ഉയർത്താൻ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സാധ്യതകളുമുണ്ട്. അതല്ലാതെ ഈ ബജറ്റ് ഒരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക, വോട്ട് ഓൺ അക്കൗണ്ട് മാത്രമാണ് എന്ന് പറയാം. ഈ വോട്ട് ഓൺ അക്കൗണ്ട് മാത്രമായിട്ട് പരിമിതപ്പെടുത്തി നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ വലിയ ജനപ്രിയ പദ്ധതികളൊന്നും ഇല്ല. കാരണം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനുള്ള പദ്ധതികളൊന്നും ഇല്ല. അല്ലാതെ തന്നെ ജയിക്കും എന്നുള്ളൊരു കോൺഫിഡൻസും, അതുപോലെ തന്നെ ഈ നയത്തിൽ, സാമ്പത്തിക നയങ്ങളിൽ ഒരു കർശനമായ നിലപാട് വാരിക്കോരി കൊടുത്ത് രാജ്യത്തിന്റെ ട്രഷറി പൂട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ പോലെ പോവാതിരിക്കാനുള്ള കരുതലോടുകൂടിയ ബജറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ശ്രീ രാജേന്ദ്രൻ പന്തളം അങ്ങ് തുടരുക. ശ്രീ വസന്ത് തെങ്ങമ്പള്ളി കൂടിയുണ്ട് നമ്മോടൊപ്പം. വസന്ത്, എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വികസനം, മോദി സർക്കാരിന്റെ ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തൽ കൂടിയായിരുന്നു